നമസ്കാരം. കഴിഞ്ഞ കുറച്ചു കാലമായി ഇന്ത്യ മാലദ്വീപ് നയതന്ത്ര ബന്ധം വഷളായിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ ഇന്ത്യ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ മാലദ്വീപ് ആരംഭിച്ചിരുന്നു. അതിന്റെ ഭാഗമായി മാലദ്വീപ് വിദേശകാര്യ മന്ത്രി മൂസ സമീറിനെ ഇന്ത്യയിലേക്ക് അയക്കുകയും ചർച്ചകൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ അടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അപകീർത്തിപരമായ പോസ്റ്റ് പങ്കുവച്ച 2 മന്ത്രിമാർ രാജിവെച്ചിരുന്നു. മന്ത്രിമാർ രാജിവെച്ച അതേ ദിവസം തന്നെയാണ് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു നരേന്ദ്രമോദിയെ സന്ദർശിക്കാൻ ഉടൻ എത്തുമെന്ന വാർത്ത പുറത്തു വന്നതും. എന്തായാലും ഈ വാർത്ത പുറത്തു വന്നതിനിടയ്ക്കാണ് ഇപ്പോൾ ചൈനയും മാലദ്വീപുമായി നിർണായകമായ ഒരു കരാറിൽ ഒപ്പുവെച്ചത്. ചൈനയുമായി ചേർന്ന് മാലദ്വീപ് പുതിയ കരാറുമായി മുന്നോട്ട് പോവുകയാണ്. അതായത് ഇന്ത്യയുമായി നല്ല നയതന്ത്ര ബന്ധം ആഗ്രഹിക്കുന്നുവെന്നും നരേന്ദ്രമോദിയെ കാണാൻ ഉടൻ എത്തുമെന്നും പറഞ്ഞ അതേ മാലദ്വീപാണ് ചൈനയുമായി പുതിയ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. മാലദ്വീപിനെ മുന്നിൽ നിർത്തി ചൈന ഇന്ത്യക്കെതിരെ എന്ത് ചതിയാണ് ഒരുക്കാൻ പോകുന്നതെന്നാണ് ഇനി ചിന്തിക്കേണ്ടത്. കടക്കെണിയിലായ മാലദ്വീപിന് കൂടുതൽ സാമ്പത്തിക സഹായം നൽകുന്നതിന് വേണ്ടിയുള്ള കരാറിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചതെന്നാണ് പറയുന്നത്. അതായത് വ്യാപാരം, നിക്ഷേപം എന്നിവ ശക്തിപ്പെടുത്തുന്നതിനുള്ള കരാർ എന്നാണ് പുറത്തുവരുന്ന വിവരം. പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈനയും മാലദ്വീപ് സാമ്പത്തിക വികസന മന്ത്രാലയവും തമ്മിലുള്ള ധാരണാപത്രപ്രകാരം ചൈനയും മാലദ്വീപും നേരിട്ടുള്ള നിക്ഷേപം വർദ്ധിപ്പിക്കാനും കറണ്ട് അക്കൗണ്ട് ഇടപാടുകൾക്ക് പ്രാദേശിക കറൻസി അനുവദിക്കാനും വേണ്ടിയാണെന്നാണ് ലഭ്യമാകുന്ന വിവരം. കൂടുതൽ വിവരങ്ങളൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. മാലദ്വീപ് ഇന്ത്യയുമായി അടുക്കുന്നത് ചൈനയ്ക്ക് അത്ര പിടിച്ചിട്ടില്ല. മൊയ്സു ഇന്ത്യ സന്ദർശിക്കാനിരിക്കെയാണ് ഈ കരാർ ഒപ്പുവെച്ചതെന്നും എടുത്തു പറയണം. വൻ കടബാധ്യത നേരിടുന്ന മാലദ്വീപ് തിരിച്ചടവ് മുടക്കം ഒഴിവാക്കാൻ ബുദ്ധിമുട്ടുകയാണെന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ലോകബാങ്കിന്റെ കണക്കനുസരിച്ച് ചൈനയാണ് മാലദ്വീപിന് ഏറ്റവും കൂടുതൽ വായ്പ നൽകുന്നത്. ചൈനയുമായുള്ള ദ്വീപിന്റെ സാമ്പത്തിക ഇടപാട് $1.3 ബില്യൺ മുകളിലാണ്. അടുത്ത മാസം നൽകേണ്ട $25 മില്യൺ നൽകുന്നതിൽ വീഴ്ച വരുത്തില്ലെന്നും ദ്വീപ് നേരത്തെ അറിയിച്ചിരുന്നു. ഈ വർഷം ഏപ്രിലിൽ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന്റെ പാർട്ടി വൻ വിജയം നേടിയിരുന്നു. ചൈനയുമായുള്ള ദ്വീപ് രാഷ്ട്രത്തിന്റെ ബന്ധം അതിവേഗം വളരുകയും പരമ്പരാഗത പങ്കാളിയായ ഇന്ത്യയിൽ നിന്ന് അകലുകയും ചെയ്യുന്നുവെന്ന് പ്രസിഡന്റ് മൊയ്സുവിനെതിരെ വിമർശനം ഉയർന്നിരുന്നു. ഇതിനു മുമ്പ് മാലദ്വീപും ചൈനയും സൗജന്യ സൈനിക കരാറിൽ ഒപ്പുവെച്ചിരുന്നു. സൗജന്യമായി സൈനിക സഹായം ലഭ്യമാകുന്ന സഹകരണ കരാറിലാണ് ഇരു രാജ്യങ്ങളും നേരത്തെ ഒപ്പുവെച്ചത്. അതായത് കരാർ അനുസരിച്ച് ഒരു നയാ പൈസയുടെ ചെലവില്ലാതെ ചൈനയുടെ സൈനിക സഹായം മാലദ്വീപിന് ഇനി ലഭിക്കും. അറബിക്കടലിലെ മാലദ്വീപിലെ തന്ത്രപ്രധാനമായ സ്ഥാനമാണ് ചൈനയെ എക്കാലവും മാലദ്വീപിനെ മോഹിപ്പിക്കുന്ന ഒന്ന്. ചൈന മാലദ്വീപിനൊപ്പം നിർത്താനുള്ള പ്രധാന കാരണവും ഇതുതന്നെയാണ്. മുഹമ്മദ് മൊയ്സു പ്രസിഡന്റായി തെരഞ്ഞെടുത്ത കാലം മുതൽ കാറ്റ് ചൈനയ്ക്ക് അനുകൂലമായാണ് വീശുന്നത്. ഇന്ത്യ ചെയ്ത സഹായങ്ങളെല്ലാം മറന്നാണ് ദ്വീപ് ചൈനയ്ക്കൊപ്പം ചേർന്ന് നിൽക്കുന്നത്. സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ചൈന മാലദ്വീപിനെ വളർത്താനല്ല തളർത്താൻ തന്നെയാണ് കൂടെ കൊണ്ടു നടക്കുന്നത്. മാലദ്വീപിൽ ചൈനയുടെ ആധിപത്യം വർദ്ധിച്ചു വരികയാണ്. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.